യേശുക്രിസ്തുവിൻ്റെ ആ യാത്രയിൽ, പീഡാസഹനത്തിൻ്റെ യാത്രയിൽ കുറേ പേര് നമുക്ക് കാണാൻ കഴിയും. പീലാത്തോസ് ഉണ്ട്. പത്രോസ് ഭയങ്കര എസ്റ്റംബറാണ് ആൾ, എല്ലാത്തിനകത്തും ഒരു ഇന്ത്യൂസ്യാസമൊക്കെ ഉണ്ട്. പക്ഷേ പത്രോസിന് ഇടയ്ക്കൊരു ഭയം തട്ടി. അവർ വന്ന്, പത്രോസ് ആരാണ് മോൻ, പത്രോസിനെ എനിക്കിഷ്ടമാണ്, ഒരു കാര്യം കൊണ്ടാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ചാടിക്കയറി ചേവകൻ്റെ കാത് വെട്ടിയെന്നല്ല, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അറത്തു എന്നാണ്. അറക്കുന്നതും വെട്ടുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? വെട്ടുകയാണെങ്കിൽ ഒറ്റ വെട്ട, അറക്കുന്നത് ഇതൊക്കെ പിടിച്ചിരുത്തി അറക്കുക, അത്ര വാശിക്കാരനാ. അറുത്തെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾ ഭയങ്കര ഭയങ്കര എടുത്തിയാട്ടക്കാരനാണ്. പക്ഷേ ഒരു സ്ത്രീ വന്ന് ചോദിച്ചപ്പോൾ 3 വട്ടം യേശുവിനെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞെങ്കിൽ ആൾ പാവം. കർത്താവ് ഒന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ കരച്ചിൽ വെച്ച് കൊടുത്തു. നമ്മൾ ഈ തള്ളിപ്പറയുന്നവരെല്ലാം നല്ലതാണ്. എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർ ഒരു കൂട്ടർ കുടിക്കുന്നവരെ കണ്ടാൽ എന്നാ അച്ചായി കാണിച്ചെന്ന് ചോദിച്ചാൽ കെട്ടിപ്പിടിക്കും, ഒരൊറ്റ കരച്ചിൽ കരയും. എന്നോ കരച്ചിൽ കരയെന്നറിയാം. അത് തന്നെയാണ് പത്രോസ്. ഈ പത്രോസിനെയാണ് നമ്മൾ രാവിലെ ഓർക്കുക. രാവിലെ എഴുന്നേറ്റ് പാടുന്നൊരു പാട്ടുണ്ട്, പരനെ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയം പുറത്തിറങ്ങി, പെരുത്ത ദുഃഖത്തോടെ പുറത്തിറങ്ങി പൊട്ടി എന്ത് ചെയ്തു? കരഞ്ഞു. അപ്പോൾ പൊട്ടിത്തെറിക്കും, പൊട്ടിക്കരയും. അതാണ് ആര്? പത്രോസ്. നമ്മളും അതുപോലെയാണ്, പൊട്ടിത്തെറിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ എന്തോ ചെയ്യും? പൊട്ടിക്കരയും. പക്ഷേ കർത്താവ് ഈ പത്രോസിനെയാണ് ഏൽപ്പിക്കുന്നതൊക്കെ. കാരണം ആൾ നല്ലവനാ. ഇടയ്ക്ക് പോയേക്കാന്ന് പറയുമ്പം പോവും, കർത്താവിനെ കാണുമ്പം കടലിൽ ചാടും. ഇതെല്ലാം പുള്ളിയുടെ സ്വഭാവം. അപ്പം ഇച്ചിരി എസ്റ്റംബറായിട്ടുള്ള, പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്ന, ഇടയ്ക്ക് പേടിക്കുന്ന, എന്നാൽ ഇടയ്ക്ക് ചാകാനും തയ്യാറുള്ള ഒരാളുടെ പേരാണ് ആര്? പത്രോസ്. നമ്മളിലും ഉണ്ട് ഒരു പത്രോസ്. പിന്നൊരു തോമസ് ഉണ്ട്. തോമസ് ആൾ ഭയങ്കര സാഹസികനാണ്. ഇന്ത്യയിലേക്ക് ആരെങ്കിലും പോകണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ, അചഞ്ചലമായൊരു ട്രഡീഷനാണ്, ഇത്രയും വർഷമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹത്തായ ട്രഡീഷനാണ് സെൻറ്റ് തോമസ് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളത്. പക്ഷേ തോമസിന് ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്ക് എന്തോ ഉണ്ടായി, അവിശ്വാസമൊക്കെ ഉണ്ടായി. ഈ അവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ആൾ ഭയങ്കര സാഹസികനാണ്. ആരെനിക്കായിട്ട് പോകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ചാടി ഇറങ്ങി ഇന്ത്യ വരെ വന്നത്. അത് അന്നത്തെ കാലത്താണ് വന്നത്. ആരാണ്? സെൻറ്റ് തോമസാണ്. സെൻറ്റ് തോമസ് എവിടെ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? കേരളത്തിൽ വന്നത് ഒരു സ്ഥലത്താണ്. എവിടാ? പല സ്ഥലങ്ങളിൽ വന്നതിൽ ഒരു സ്ഥലം എവിടാണെന്നറിയാമോ? നിലയ്ക്കലാണ്. നിലയ്ക്കൽ വരികയും പള്ളി സ്ഥാപിക്കുകയും സേവിച്ചെന്നുള്ള ഒരു ക്രിസ്ത്യൻ ട്രഡീഷനുണ്ട്. നിലയ്ക്കൽ പ്രശ്നം 1983 എൻ്റെ ഓർമ്മ. വളരെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഓർമ്മയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ക്രൈസ്തവ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടുള്ള ധാരണയുടെ പുറത്ത് അങ്ങനെ അതൊരു സൊല്യൂഷനൊക്കെ ഉണ്ടാകുകയും അവിടെ ഒരു എക്യൂമെനിക്കൽ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. നിലയ്ക്കല പോയി കണ്ടിട്ടുള്ളവരുണ്ടോ? ഒന്ന് കൈവക്കാമോ? നിലയ്ക്കല അടുത്തിടയ്ക്കാണ് പോയിട്ടുണ്ടോ? നിലയ്ക്ക് പോയിട്ടുണ്ടോ? പോകണം കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് നിലയ്ക്കലൊന്ന് പോകണം. എന്നാ കാര്യം ചോദിച്ചാൽ ഇപ്പോഴും അവിടെ ആന വരും. കുഴിയാനിയല്ല, ആന, ശരിക്കും ആന. നിലയ്ക്കെന്ന് ഇറങ്ങി വരുമ്പോൾ ആന വരും. അവിടെ ഒരു പാടിയുള്ള ഒരു ബദനി സന്യാസി അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇറങ്ങി വരുന്ന എല്ലാ ആനയ്ക്കും പേരിട്ടിട്ടുണ്ടായിരുന്നു. ആന ഇറങ്ങി വരുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് വിളിക്കും, അപ്പോ കയറിപ്പോടാ, അമ്മോ നിന്നോടല്ലേ പറഞ്ഞ് പോകാൻ, നീ എന്തിനാ നോക്കിയിരിക്കുന്നൊക്കെ ചോദിക്കുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. ആനയ്ക്കെല്ലാം പേരിട്ട് അച്ഛൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും, പഴം കൊടുക്കും, അച്ഛൻ പൊക്കോളാൻ പറയും, ആന അങ്ങ് പോവായിരുന്നു. എന്നാലും ഇന്നും അവിടെ എന്തുണ്ട്? ആനയുണ്ട്. ഞങ്ങളവിടെ ക്യാമ്പ് കഴിഞ്ഞ് രാത്രി വരിക. അപ്പം ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്നത് പൗർവിഷനിലെ പ്രയർ കോർഡിനേറ്റർ വിജയകുമാർ പാസ്റ്റർ, അന്ന് പാസ്റ്റർ കൊച്ചനാണ്. അപ്പം ഞാൻ സൈഡിൽ ഇരിപ്പുണ്ട്. നമ്മൾക്കും പേടിയാണ്, എന്നാലും ധൈര്യം കാണിക്കാതിരിക്കാനൊക്കത്തില്ലോ. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ മോനെ പേടിയുണ്ടോ? ഇല്ല. ആന വന്നാൽ എന്തോ ചെയ്യും? ആന വന്നാൽ അച്ഛാ ഞാൻ ഡിമ്മും ബ്രൈറ്റും അടിക്കരുത്, ഓൺ അടിക്കരുത്, പെതുക്കെ നിൽക്കുക. ആന നേരെ വരികയാണെങ്കിൽ പെതുക്കെ ഒന്ന് റിവേഴ്സ് എടുത്ത് കൊടുത്താൽ മതി. ആന താര വരുമ്പം പൊക്കോളും, വിരളാതിരുന്നാൽ മതി. ശരിയാണ്, സമ്മതിച്ചു. ചെന്നിറങ്ങിയപ്പം വളവിന് ആന ഓണും അടിച്ചു, വണ്ടി ഓഫാകുകയും ചെയ്തു. അതാണ് ആന. പുള്ളി ഞാൻ നോക്കിയപ്പോൾ കാലൊക്കെ ഇങ്ങനെ ഇട്ട് ഇടിക്കുക, നേരെ മുന്നിൽ ആന നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ആന. ഇന്നും അവിടെ ആര് വരും? ആന വരും. എനിക്ക് ഭയങ്കര ബഹുമാനം തോമസിനോട്. ഇന്ന് ആന വരുന്ന അവിടെ 2000 വർഷം മുമ്പ് ആര് പോയി? തോമസ് പോയി. ഞങ്ങളിവിടെ അടുത്തിടയ്ക്ക് നിലയ്ക്ക് ക്യാമ്പ് വെച്ചപ്പം ചില അച്ചായന്മാർ വിട്ടില്ല പിള്ളേരെ, കാരണം ആനയുണ്ടെന്ന്. ആനോ? ഇപ്പോൾ അവിടെ ആനയുണ്ടെങ്കിൽ വിടാൻ പേടിയാണ്. അങ്ങനെയെങ്കിൽ അന്ന് അവിടെ സെൻറ്റ് തോമസ് വന്നില്ലേ? അത്ര സാഹസികനായ ആളായിരുന്നു സെൻറ്റ് തോമസ്. എന്നാലും ഇടയ്ക്ക് എന്ത് ചെയ്തു പോയി? സംശയിച്ചു പോയി. നമുക്കും എത്ര വലിയ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് എന്തുണ്ടാകാം? സംശയം ഉണ്ടാകാം. അപ്പം നമ്മളിൽ ഒരാളുണ്ട്. ആരാ? തോമസാണ്. തോമസ് നമ്മളിലും ഇല്ലേ? ഇനിയും ഉണ്ട്. ഹെരോദാസാണ്. ഹെരോദാസ് കർത്താവിനെ ഇടയ്ക്ക് ചെന്നപ്പോൾ ആൾ
ഒരു പ്രശ്നം ഉണ്ടാക്കി. ഹെരോദാസിനൊരു പ്രശ്നമുള്ളൂ. പുള്ളിക്ക് ഹെരോദാസിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരുടെ ഭാര്യ? സഹോദരൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. യോഹന്നാൻ സ്നാപകന് തല പോകാനിടയായില്ലേ? എന്താ കാര്യം? സഹോദരൻ്റെ ഭാര്യയെ വെച്ച് കൊണ്ടിരുന്നു. അവിടെ ഒരു ഡാൻസൊക്കെ നടത്തുന്നുണ്ട്. ആരാ ഡാൻസ് നടത്തിയത്? ശലോമിയാണ്. ശലോമി ആരാ? സ്വന്തം സഹോദരൻ്റെ മോള. അപ്പാപ്പനാ ഇത്, അല്ലേ വല്യപ്പനാ? കൊച്ചപ്പൻ ഡാൻസ് കണ്ടത് മോഡ ഡാൻസ് കണ്ട കൊച്ചപ്പനും അമ്മയ്ക്ക് വേണ്ടി ഡാൻസ് ചെയ്ത മോളും. എനിക്ക് ആ കൊച്ചിനോട് ഭയങ്കര സഹതാപം തോന്നിയിട്ടുണ്ട്. ശലോമിയോട് സ്വന്തം അമ്മയുടെ തെറ്റിന് വേണ്ടി ഡാൻസ് ചെയ്യേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ഹതഭാഗ്യമായ ചരിത്രം കാണിക്കും. നമ്മളവിടെ ഡാൻസൊക്കെ ചില ഫിലിമിലൊക്കെ ഭയങ്കര മതാലസമായ ഡാൻസൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയുടെ മനസ്സ് വായിക്കണം. അമ്മയ്ക്ക് വേണ്ടി അപ്പാപ്പൻ്റെ മുമ്പിൽ ശരീരം കാണിച്ച് ഡാൻസ് ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യയായ നിർഭാഗ്യവതിയായ ഒരു പെൺകുട്ടി ഇന്നുമുണ്ട്. അമ്മയുടെ തെറ്റിന് നിശബ്ദമായി കൂട്ടു നിൽക്കേണ്ടി വരുന്ന നൂറുകണക്കിന് പെൺകുട്ടികൾ ഇന്നും ഉണ്ടെന്നുള്ളതൊരു ചരിത്രം. പക്ഷേ അങ്ങനെ നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യയായ ഒരു പെൺകുട്ടി ചരിത്രം ഇതാണ് ശലോമി. പക്ഷേ ആ തെറ്റിനെതിരെ പ്രതികരിച്ചൊരു മനുഷ്യനാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. തൻ്റെ തല പോകേണ്ടി വന്നു. പുള്ളിക്കാരൻ ആരാണ്? പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തിൽ തുടരാൻ ഇഷ്ടപ്പെട്ട ഒരാൾ. അതാണ് ഈ മനുഷ്യനെന്ന് പറയുക. അത് വലിയൊരു സത്യമാണ്. പലർക്കും അറിയാം പാപമാണെന്നറിയാം. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പുറത്ത് വരാൻ പാപമാണെന്നറിയാം. പക്ഷെ പുറത്ത് വരാൻ പാടുള്ള ഒരു കൂട്ടർ അവരെ പ്രതികരിക്കുന്ന ഒരാളാണ് ആര്? ഈ രാജാവ്. അദ്ദേഹവും ആ കൂട്ടത്തിലുണ്ട്. ഇനിയും ആരുണ്ട്? സ്വപ്നം കണ്ട പീലാത്തോസിൻ്റെ ഭാര്യയുണ്ട്. ആ സഹോദരി സ്വപ്നം കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ യാത്രയിലൊക്കെ കാണുന്ന കുറേ പേരുണ്ട്, കുറേ സഹോദരിമാരുണ്ട്. അവർ ജീവൻ പണയപ്പെടുത്തി കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്ത കുറേ സഹോദരിമാർ. അവരാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മാറാതെ നിന്നത്. അതുകൊണ്ട് തന്നെ എന്നും യേശു കർത്താവ് ഉള്ളിടത്ത് ഏറ്റവും കൂടുതലുള്ളത് ആരാ? സഹോദരിമാരാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്നത് സഹോദരിമാരാണ്. അവരാണ് ധൈര്യത്തോടെ കുരിശിൻ്റെ ചുവട്ടിൽ ഇന്നത്, അല്ലേ? ധൈര്യത്തോടെ കുരിശിൻ്റെ ചുവട്ടിൽ ഇന്നത് സഹോദരിമാരാണ്. അവർ പ്രശ്നം വന്നപ്പോൾ ധൈര്യം കാണിച്ചത് പുരുഷനാണോ സ്ത്രീയാണോ? പ്രശ്നം വന്നപ്പം ധൈര്യം കാണിച്ചത് പുരുഷനാണോ സ്ത്രീയാണോ? സ്ത്രീയാണ്. അതും ഒരു സത്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അച്ചായൻ റാന്നിക്കാരനാ, മൂക്കിൻ്റെ താഴെ കനത്ത മീശയുണ്ട്, നെഞ്ച് മുഴുവൻ നിറച്ച് രോമമുണ്ട്, വിരിഞ്ഞ നെഞ്ചുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ രാത്രി കിടക്കുമ്പോൾ ഒരു കൊട്ട്, ഒരു മുട്ട്, ഒരു തട്ട്, ഒരു കൊട്ട് കള്ളനാന്ന് തോന്നുന്നു. ചേച്ചിയെ ഉണർത്താതെ പോയി കഥ ഉറക്കുന്ന ഏതെങ്കിലും ചേട്ടനുണ്ടോ? ചേച്ചിയെ ഉണർത്താതെ പോയി കഥ ഉറക്കാൻ, ഒന്നിച്ചാണെങ്കിൽ ചേച്ചിയെ ഉണർത്താതെ പോയി കഥ ഉറക്കാൻ ധൈര്യമുള്ള ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ചേച്ചിയെ വിളിക്കും, എടിയെ കൊട്ട്, ചുമ്മാ ഇരിക്കും മനുഷ്യ, ഉറങ്ങാൻ നോക്കുക, അവിടെ ഒന്നുമില്ല. മിക്കവാറും ഇറങ്ങി ആദ്യം പോകുന്നതും ചേച്ചിയായിരിക്കും. ആരാ പോയി ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരലയൊക്കെ അലയ്ക്കുന്ന അന്നേരം ചേച്ചിയായിരിക്കും. ഞാൻ ഒരു വീട്ടിൽ നിൽക്കുമ്പം മുറിക്കകത്ത് പാമ്പ് കയറി. ചേട്ടൻ പാമ്പിനെ തല്ലി. എവിടെ ഇന്നുണ്ടെന്നറിയാം? കട്ടിലേ ഇന്നുണ്ടാണ്. ഇറങ്ങി അടിച്ചത് ചേച്ചിയാണ്. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ ധൈര്യം കാണിക്കുന്ന ആരാ? ചേച്ചിയാണ്. അച്ചായൻ പറയും ചകാന്ന് പറയുമ്പോഴും ജീവിക്കാമെന്ന് പറയുന്ന ചേച്ചിയാണ്. ചേച്ചിമാർക്ക് ഭയങ്കര ധൈര്യമാണ്. ആരുടെ കൂടെ ഉണ്ട്? യേശുവിൻ്റെ കൂടെ ഉണ്ട്. അതിൽ യോഹന്നാന്ന് പറഞ്ഞൊരു സ്ത്രീയൊക്കെ ഉണ്ട്, ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ. അവൾ തൻ്റെ വസ്തുവക കൊണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്തവരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെ നാം കാണുന്നുണ്ട്. ഇനി മറ്റൊരു ചരിത്രം